ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കിച്ചൺ സെറ്റ് ചെയ്യാം എന്ന് മനോഹരമായി സെറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള കിച്ചൺ. വർണ്ണസങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലൂടെ ഒരു വീടിന്റെ വളാഞ്ചേരിയിലുള്ള സുബൈർ സഫീദ ദമ്പതികളുടെ 2200 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്തിട്ടുള്ള ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ രാജേഷ് പുറത്തൂർ. വെൽക്കം ടു അവർ ചാനൽ ആൻഡ് എ ന്യൂ എപ്പിസോഡ്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡോറുകളെല്ലാം ചെയ്തിട്ടുള്ളത് തേക്ക് തടി തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും മനോഹരമായ ഈ വീടിന്റെ ഒരു ഫ്രണ്ടിലെ കാഴ്ച. ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഈ വീടിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ ഏറ്റവും മനോഹരമായി, ഏറ്റവും ഒതുക്കത്തിൽ, ഏറ്റവും ഫിനിഷ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിൽ നമുക്ക് 2 നിഷ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഡൈനിങ് ചെയർ 2 ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് ലൈറ്റുകളെല്ലാം ഓപ്പൺ ആയിട്ട് ഫ്രണ്ടിൽ നിന്നും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെ ഈ വീടിനകത്തേക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കോർട്ട്യാർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടുത്തെ ചെയർ കേസിന്റെ ടോപ്പിലെ ഭാഗത്ത് നിന്നും വെളിച്ചം സുഖമായിട്ട് വീട്ടിലേക്ക് അകത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ അവിടെയും നിഷ് കൊടുത്തിട്ടുണ്ട്. അതിലും ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെയറിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇൻസൈഡിലേക്ക് ഗ്ലാസുകളെല്ലാം കൊടുത്തിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പിന്റെ ഭംഗി ഏറ്റവും കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ സ്റ്റെപ്പുകളെല്ലാം, സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പുകളെല്ലാം ചെയ്തിട്ടുള്ളത്. വുഡൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈലും വൈറ്റ് റൈസറും കൊടുത്ത് അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റെയർ കേസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലിന്റെ ഫിനിഷ്, അതായത് വുഡൻ ഫിനിഷ് ലൈറ്റ് ടോണിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗം ഏറ്റവും യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വാഷ് കൗണ്ടർ, അതായത് ഈ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന ഹാളിൽ നിന്ന് തന്നെ ഒരു വാഷ് കൗണ്ടർ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടർ തന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു പാർട്ടീഷൻ ആക്കിയിട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫ് എല്ലാം കൊടുത്ത് വുഡൻ ഫിനിഷിലുള്ള ലാമിനേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ വാഷ് കൗണ്ടറിന്റെ താഴെ ഭാഗം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. എയർ വെന്റുകളും കൊടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വാഷ് ഏരിയയ്ക്ക് എയർ വെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എയർ സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോൾ ഡോറുകളെല്ലാം തുറക്കുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒരു ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയർ വെന്റ് കൊടുക്കുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമായി സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമാണ്. ഈ ഒരു റൂമിൽ 6.5 സൈസിലുള്ള ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. തടിയിൽ തന്നെ, മരത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ അലുമിനിയം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. 3 ഡോറും 2 സ്ലൈഡറും കൊടുത്ത് ഒരു സൈഡ് ഡ്രസ്സിംഗ് ആയിട്ടും കൂടി സെറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ സ്ലാബിന്റെ ചോട്ടില് അതിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കിച്ചൺ സെറ്റ് ചെയ്യാം എന്ന് മനോഹരമായി സെറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള കിച്ചൺ. അതായത് വോളുകളെല്ലാം അഴുക്കൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും 2-4 സൈസിൽ വരുന്ന ടൈൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ താഴെ ഭാഗത്ത് അലൂമിനിയം ഫ്രെയിമിലാണ് ഇവിടുത്തെ ഡോറുകളെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ടോണിൽ പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടാണ് ഇവിടുത്തെ കിച്ചണിലെ ഡോർസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു ഷോക്കേസ് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ടോപ്പ് ബോക്സുകളെല്ലാം കുറച്ച്, അതായത് ഒരു എങ്ങനെ മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു കിച്ചൺ ഇന്റീരിയർ ചെയ്തെടുക്കാം, അതായത് ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്ത് 4 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. ഇതിൻ്റെ വർക്ക് ഏരിയ ആണെന്ന് നമ്മൾ കണ്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ഓരോ ഭാഗത്തും വർക്ക് ഏരിയയിൽ വരെ വളരെയധികം വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ വീടിൻ്റെ ഏറ്റവും ഭംഗി. ഇത് ചെയ്തത് ഇവർ തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും ബോധ്യവും അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ക്ലീൻ ആയിട്ട് ഈ വീട് കിടക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയും. ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് എല്ലാ ബെഡ്റൂമുകളും സിമ്പിൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ വീടിന്റെ ഗൃഹനാഥ തന്നെയാണ് ഈ വീടിന്റെ ഓരോ കാര്യങ്ങളും നോക്കി മാനേജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളർ ടോണുകൾ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ലൈറ്റ് ആൻഡ് വുഡ് ടോണിൽ കാണുന്ന അതേ കളറുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ഗൃഹനാഥ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ വീടിന്റെ ഓരോ വർക്കുകളും ഓരോ ഭാഗവും മനോഹരമായി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഇവിടെ കൊടുത്തിരിക്കുന്ന വാർഡ്രോബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 60-65 സൈസിൽ വരുന്ന 2 ഡോറുകളാണ്. അലുമിനിയത്തിൽ തന്നെ ചെയ്ത കാരണം കൊണ്ട് തന്നെ ഈ ഡോറിന് ബെൻഡോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇപ്പോഴും ഇതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ വീടിന്റെ ഈ വാർഡ്രോബിന്റെ ചെയ്തിട്ടുള്ളത് അലുമിനിയത്തിലായതുകൊണ്ട് മാത്രമാണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും ഒരു 65 സൈസിലുള്ള ഡോറുകളൊക്കെ ബെൻഡ് ആവാതെ കിട്ടണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വലിയ ഡോറുകളെല്ലാം സ്റ്റിഫ്നറും മറ്റതും എല്ലാം ചെയ്തിട്ടാണ് ഡോറുകളുടെ ബെൻഡുകളും കാര്യങ്ങളൊക്കെ തീർക്കുന്നത്. ഇത് ഒന്നും വരാതെ തന്നെ സുന്ദരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നാച്ചുറൽ വുഡ് ആയിട്ടുള്ള തടിയിൽ തന്നെ ചെയ്തിട്ടുള്ള തേക്ക് തടിയിൽ 3-2 സൈസിൽ തടി ഈർന്ന് അതിനുള്ള സൈസാക്കി ചെയ്തിട്ടുള്ള ഈ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ള അതേ സെയിം പാറ്റേണിലുള്ള കളർ തന്നെയാണ് ഇതിന്റെ സ്റ്റെപ്പിന്റെ ലാൻഡിങ് കൊടുത്തിട്ടുള്ളത്. റൈസർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയിൽ കാണുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. ഈ ഹാളില് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റാലിയൻ ഫിനിഷിലേക്കുള്ള ടൈൽസ് ആണ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ ടൈല് കൊടുത്തിട്ടുണ്ട്. സിറ്റിങ്ങിൽ ഈ ടൈല് കൊടുത്തേക്കുന്നതെല്ലാം 45 ഡിഗ്രി തന്നെ കട്ട് ചെയ്ത് നല്ല ഫിനിഷ് ആയിട്ടുള്ള ഒരു വർക്കറാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 45-ൽ ചെയ്യുന്ന സമയത്ത് ഇത്ര തന്നെ ഷാർപ്പനായിട്ട് വരുന്ന ഈ ഒരു ഭാഗം നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കർക്ക് അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനിഷ് ആയിട്ടുള്ള ഒരു വർക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വർക്കിന് അത്രത്തോളം പെർഫെക്ഷൻ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നല്ല മനോഹരമായിട്ട് തന്നെ അവര് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലത്തെ ഈ ഒരു ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വീടുകളുടെ കഥ പറയുന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തണൽ നമ്മുടെ ഇടം എന്ന ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഓരോ ഭാഗങ്ങളും പ്രത്യേകതയോടെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആ ഓരോരോ കാഴ്ചകളും ഓരോരോ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടുക. നിങ്ങൾ കൂടെ കൂടെയെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൂടെ എത്തുകയുള്ളൂ. സോ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.